പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായ ഒരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്കൊന്നുമില്ല. സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. പ്രിയ സുഹൃത്തുക്കളെ, ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. സംസ്ഥാന ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ UDF പയറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടവ് ന്യൂനപക്ഷ കേന്ദ്രീകരണമാണ് എന്ന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. ആ അടിത്തറ വിപുലപ്പെടുത്താൻ അവർ ആദ്യം ചെയ്യുന്നത് എന്താണ്? LDFിനൊപ്പം നിൽക്കുന്ന മുസ്ലിം ജനസാമാന്യത്തെ പരമാവധി മറുപക്ഷത്താക്കാൻ ഏത് കളിയും അവർ കളിക്കും. ആ കളിക്ക് ഇപ്പോൾ അവർക്ക് കൂട്ടുകിട്ടിയിരിക്കുന്നത് ജമായത്തെ ഇസ്ലാമിയെയും മീഡിയ വണ്ണിനെയുമാണ്. ആ ലക്ഷ്യത്തോടെയുള്ള നരേറ്റീവ് നിർമ്മാണമാണ് ജമായത്തെ ഇസ്ലാമിയെയും മീഡിയ വണ്ണിനെയും ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല. ആ ചുമതല നിർവഹിക്കാൻ ജമായത്തെ ഇസ്ലാമി കണ്ട ഏറ്റവും എളുപ്പവഴി എന്താണ്? CPMലെ ഹിന്ദു നാമധാരികളായ നേതാക്കളെ മുസ്ലിം വിരുദ്ധരായി ചിത്രീകരിക്കുക. ആ അജണ്ട C. ദാവൂദ് ഇങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. അത് നോക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഈ ഉള്ളിൽ തിളയ്ക്കുന്ന ബോധം ഒരു സോഫ്റ്റ്വെയർ ഇങ്ങനെ കിടക്കണം, അതറിയാതെ അങ്ങ് പുറത്തിയാടാണ്. CPMലെ ഹിന്ദു പേരുള്ള നേതാക്കൾ ബൈ ഡിഫോൾട്ട് മുസ്ലിം വിരുദ്ധരാണെന്നാണ് ജമായത്തെ ഇസ്ലാമി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഈ ഒരൊറ്റ ക്യാമ്പയിൻ പോയിന്റിലേക്ക് കേരളത്തിലെ സകല മുസ്ലിങ്ങളെയും കോർത്തിടാൻ തങ്ങളുടെ ആശയപ്രചരണ സാമർഥ്യവും സാമഗ്രികളും സമ്പൂർണമായി ഒഴിഞ്ഞുവെച്ച ജമായത്തെ ഇസ്ലാമിക്ക് കിട്ടിയ ലോട്ടറി ആയിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. നിങ്ങളുടെ പ്രത്യേക ഒരു രാജ്യത്തിൻ്റെ ഇടയിൽ മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്കൊന്നുമില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? BJPയുടെ സഖ്യകക്ഷിയായ BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ പിതാവാണ് വെള്ളാപ്പള്ളി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നടത്തിയ സമത്വ മുന്നേറ്റ യാത്രയുടെ സമാപനത്തിൽ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശനാണ് ഈ BDJS എന്ന പാർട്ടിയുടെ രൂപീകരണം പ്രഖ്യാപിച്ചത് എന്ന് ഓർമ്മിക്കുക. സ്വാഭാവികമായും വെള്ളാപ്പള്ളി തുപ്പുന്ന മുസ്ലിം വിദ്വേഷം BJPയുടെയും സംഘപരിവാറിന്റെയും അക്കൗണ്ടിലാണ് വരേണ്ടത്. വെള്ളാപ്പള്ളി നടേശൻ ഇതാദ്യമായിട്ടല്ല മുസ്ലിം വിരുദ്ധത പ്രസംഗിക്കുന്നത് എന്നോർക്കുക. BDJS രൂപീകരണം പ്രഖ്യാപിക്കാൻ നടത്തിയ സമത്വ മുന്നേറ്റ യാത്രക്കിടയിലാണ് കോഴിക്കോട് മാൻഹോളിൽ മനുഷ്യജീവൻ രക്ഷിക്കാൻ ഇറങ്ങി മരണം വരിച്ച നൌഷാദിനെ വെള്ളാപ്പള്ളി നീചമായി അവഹേളിച്ചത്. 2015 നിന്ന് 2025 എത്തുമ്പോൾ വെള്ളാപ്പള്ളി മാനസാന്തരപ്പെട്ട യഥാർത്ഥ ശ്രീനാരായണ ശിഷ്യനായി എന്നു കരുതാൻ പ്രത്യേകിച്ചൊരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുമില്ല. എന്ന് മാത്രമല്ല, അന്നത്തേതിനേക്കാൾ കൊടിയ മുസ്ലിം വിരുദ്ധതയാണ് വെള്ളാപ്പള്ളി ഇന്ന് പ്രസംഗിക്കുന്നത്. മുസ്ലിം വിരുദ്ധത പ്രസംഗിച്ച് നടക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ അന്നും മുസ്ലിം വിരുദ്ധനാണ്, ഇന്നും മുസ്ലിം വിരുദ്ധനാണ്. നോക്കൂ, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ മകൻ അധ്യക്ഷനായ BDJSനും BJPക്കും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ മുസ്ലിം വിരുദ്ധത എന്ന ആയുധം പരമാവധി ഉപയോഗിച്ച ഒരു സാമുദായിക നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് വെള്ളാപ്പള്ളി തന്റെ മുസ്ലിം വിദ്വേഷ പ്രസംഗങ്ങളുമായി വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇത് ഒട്ടും യാദൃശ്ചികമല്ല. അന്ന് വെള്ളാപ്പള്ളിയെ നിർദ്ദയം തുറന്നു കാണിച്ച CPMന് ഇന്നെങ്ങനെ വെള്ളാപ്പള്ളിയുടെ വർഗീയ വിഷപ്രചരണത്തിന് മുന്നിൽ മൗനം പാലിക്കാൻ കഴിയുന്നു? വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കാൻ എന്ന പേരും പറഞ്ഞ് നാടൊട്ടുക്ക് SNDP സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നു. ആ സമ്മേളനങ്ങളിൽ ഉടനീളം വെള്ളാപ്പള്ളി മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ വിഷം തുപ്പുന്നു. ആ വെള്ളാപ്പള്ളിയെ ആദരിക്കാൻ മുഖ്യമന്ത്രിയും CPM മന്ത്രിമാരും എത്തുന്നു. തങ്ങളുടെ പ്രസംഗങ്ങളിൽ വെള്ളാപ്പള്ളിയെ അളവറ്റ് പ്രകീർത്തിക്കുന്നു. ആ മന്ത്രിമാർ വേദി വിടുന്നതിന് തൊട്ടു പിന്നാലെ അതേ വേദിയിൽ വെള്ളാപ്പള്ളി തന്റെ മുസ്ലിം വിരുദ്ധ വർഗീയ കാവടിയാടുന്നു. ഇതല്ലേ നാം കണ്ടത്? എന്തൊക്കെയായിരുന്നു വെള്ളാപ്പള്ളിയുടെ ജൽപ്പനങ്ങൾ? ഒരു സാമ്പിൾ കാണാം. രാജ്യസഭാ സ്ഥാനാർത്ഥികളായി ജോസ് കെ മാണിയെയും PP സുനീറിനെയും LDFും ഹാരിസ് ബീരാനെ UDFും പ്രഖ്യാപിച്ച സമയം നമ്മൾ വേലി കെട്ടാൻ മാത്രം വിധിക്കപ്പെട്ടവർ എന്ന തലക്കെട്ടിൽ ഒരു ലേഖനവുമായി വെള്ളാപ്പള്ളി കേരള കൗമുദിയിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ലേഖനത്തിലെ ഒരു സാമ്പിൾ ഇതായിരുന്നു. CPIയുടെ സീറ്റ് മുസ്ലിമിനും CPMന്റെ സീറ്റ് ക്രൈസ്തവനും വിളമ്പി. UDF ആകട്ടെ പതിവ് പോലെ സീറ്റ് ലീഗിന് സമർപ്പിച്ചു. രണ്ട് മുന്നണിയിലും ഭൂരിപക്ഷ സമുദായം പുറത്തായി. എന്തായിരുന്നു വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം? ഈ യുക്തി അവതരിപ്പിക്കുന്ന വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം വ്യക്തമാണ്.
ഭൂരിപക്ഷ സമുദായങ്ങൾ ഇരു മുന്നണികളിലും അവഗണിക്കപ്പെടുന്നു. ഇരു മുന്നണികളും ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തുന്നത്. അതുകൊണ്ട് ഭൂരിപക്ഷ സമുദായം തന്റെ മകൻ അധ്യക്ഷനായ രാഷ്ട്രീയ പാർട്ടിയുടെ പിറകിൽ അണിനിരക്കണം. ഇതല്ലേ വെള്ളാപ്പള്ളി നടേശന്റെ ആത്യന്തികമായ ലക്ഷ്യം? ഈ ലേഖനത്തെ അടക്കം പരാമർശിച്ചുകൊണ്ട് 2024 ജൂൺ 26 ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് ഇങ്ങനെ പ്രതികരിച്ചു. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ലഭിക്കാൻ വെള്ളാപ്പള്ളിയെ പോലുള്ളവരും പ്രവർത്തിച്ചു. രാജ്യസഭാ അംഗങ്ങളെ നിശ്ചയിച്ചതിൽ ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് കീഴ്പ്പെട്ടു തുടങ്ങിയ പ്രസ്താവനകൾ ഈ ദിശയിലുള്ളതാണ്. ഈ ലേഖനം പ്രസിദ്ധീകരിക്കുന്നതിന് 4 ദിവസം മുമ്പ് നടത്തിയ പത്രസമ്മേളനത്തിൽ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം SNDP നേതാക്കളുടെ ലക്ഷ്യത്തെ ഗോവിന്ദൻ മാഷ് ഇങ്ങനെ തുറന്നുകാട്ടി. വെള്ളാപ്പള്ളി പറഞ്ഞതിനൊന്നും ഞാൻ മറുപടി സദാനുബോധം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ബാക്കി എല്ലാവരും ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്തിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, എന്തിനെ ഞങ്ങൾ എതിർക്കുന്നു. എതിർപ്പിന്റെ അടിസ്ഥാനം BDJS-ഉം RSS-ഉം ചേർന്നും ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന SNDPക്ക് അകത്തുള്ള പ്രവചനത്തെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് എതിർത്തത്. BDJS-ഉം RSS-ഉം ഉൾപ്പെടെയുള്ളത് അതിന് ഞങ്ങൾ ഒരിക്കലും ശക്തിയായിട്ട് തുടരും. ആര് എന്തെല്ലാം പറഞ്ഞാലും ഈ എതിർപ്പ് ശക്തിയായിട്ട് തുടരും. നോക്കൂ, ഇതാണ് CPIM-ന്റെ നിലപാട്. ഈ എതിർപ്പ് എവിടെയാണ് അണഞ്ഞുപോയത്? 2024 നിലപാട് ഇതായിരുന്നു. BJPക്ക് വോട്ടുണ്ടാക്കി കൊടുക്കാൻ ശ്രീനാരായണ ദർശനങ്ങളെ കാവ്യണിയിക്കാൻ ശ്രമിച്ച നേതാവെന്ന് വെള്ളാപ്പള്ളിയെ പേരെടുത്ത് വിമർശിച്ച CPM-ന് 2025 വെള്ളാപ്പള്ളി തുപ്പിയ മുസ്ലിം വിദ്വേഷത്തെ എന്തുകൊണ്ടാണ് ചെറുക്കാൻ കഴിയാതെ പോയത്? തന്റെ വർഗീയ നിലപാടുകൾക്ക് സാക്ഷി പറയാൻ സാക്ഷാൽ സഖാവ് VS-നെ പോലും വെള്ളാപ്പള്ളി തന്റെ പ്രസംഗങ്ങളിൽ തെറ്റായി ഉദ്ധരിച്ചു. എന്തിനേറെ പറയുന്നു? VS അച്യുതാനന്ദൻ അദ്ദേഹം കുറച്ചു നാളുകൾക്ക് പറഞ്ഞു, അദ്ദേഹത്തിന് ഇപ്പോൾ ഓർമ്മയിലാണൊക്കെയാണ്, ആരോഗ്യമായിട്ടിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞു 40ഓടുകൂടി കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാക്കും. അപ്പൊ അതുവരെ എത്തുന്ന കാര്യം വേണ്ടിവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2040 കേരളത്തിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുമെന്ന് VS അച്യുതാനന്ദൻ എവിടെയും പറഞ്ഞിട്ടില്ല. VS-നെ ചാരി സ്വന്തം മനസ്സിലെ വർഗീയത വിളമ്പണ്ട എന്ന് വെള്ളാപ്പള്ളിയെ താക്കീത് ചെയ്യാനുള്ള ഉത്തരവാദിത്വമായിരുന്നു അന്ന് CPM കാണിക്കേണ്ടിയിരുന്നത്. ഈ വെള്ളാപ്പള്ളിയുടെ മേലാണ് മുഖ്യമന്ത്രി അടക്കമുള്ള CPM മന്ത്രിമാർ വാഴ്ത്തുമൊഴികൾ ചൊരിഞ്ഞത്. ഇതൊക്കെ കണ്ടും കേട്ടും തലയിൽ കൈവച്ചത് മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല. ഈ സമൂഹത്തിൽ വർഗീയത പ്രചരിക്കരുതെന്നും സാമുദായിക സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കണമെന്നും ആഗ്രഹിക്കുന്ന എല്ലാവരും അന്തം വിട്ടു നിന്ന സന്ദർഭമായിരുന്നു അത്. ജനവിശ്വാസം ആർജിച്ച് മുന്നോട്ട് എന്ന തലക്കെട്ടിൽ ഗോവിന്ദൻ മാഷ് ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: ഇന്ത്യൻ റിപ്പബ്ലിക്കും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായാണ് ന്യൂനപക്ഷ സംരക്ഷണത്തെ CPM കാണുന്നത്. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടുമോ, ഭൂരിപക്ഷത്തിന്റെ വോട്ട് നഷ്ടപ്പെടുമോ എന്ന് നോക്കിയുള്ള അവസരവാദ സമീപനത്തിന്റെ ഭാഗമല്ല അത്. ഈ നിലപാട് ആരെങ്കിലും തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ധാരണ തിരുത്താൻ CPM ശ്രമിക്കും. വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ ജൽപ്പനങ്ങൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ടല്ല ഗോവിന്ദൻ മാഷ് ചൂണ്ടിക്കാട്ടിയ ആ തെറ്റിദ്ധാരണ തിരുത്താൻ ശ്രമിക്കേണ്ടത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹിന്ദു പേരുള്ള CPM നേതാക്കളെ തെരഞ്ഞുപിടിച്ച് കാവി ചായമടിക്കുകയാണ് ഒരു വശത്ത് ജമായത്തെ ഇസ്ലാമി. അവരുടെ അടിയന്തര ലക്ഷ്യം ഹുക്കുമത്തെ ഇലാഹിയും ഇഖാമത്തുദ്ദീനും ഒന്നുമല്ല. അതൊന്നും ഇവിടെ നടക്കില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. അവർ ഇപ്പോൾ ചെയ്യുന്നത് അപകടകരമായ കേരള സമൂഹത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പണിയാണ്. ഇപ്പോൾ CPM-ലെ ചില നേതാക്കളെ തെരഞ്ഞുപിടിച്ച് മുസ്ലിം വിരുദ്ധ ചാപ്പയടിക്കുക എന്ന പണി. സ്വന്തമായി പച്ചക്കള്ളങ്ങൾ മെനഞ്ഞെടുത്തുകൊണ്ടാണ് അവർ ഈ കളി കളിക്കുന്നത്. പച്ച നുണ പ്രചരിപ്പിച്ച് സമൂഹത്തെ മതപരമായി വിഭജിക്കുക. സംഘപരിവാർ പയറ്റുന്ന അതേ തന്ത്രം നഖശിഖാന്തം എതിർത്തു തോൽപ്പിക്കേണ്ട അപകടകരമായ കളിയാണിത്. നാളെ അത് CPM-ലെ ഹിന്ദുക്കൾ അപ്പാടെ മുസ്ലിം വിരുദ്ധരാണ് എന്ന പ്രചരണത്തിലേക്ക് വഴിമാറും. അടുത്തത് ഹിന്ദുക്കൾ അപ്പാടെ മുസ്ലിം വിരുദ്ധരാണ് എന്ന നരേറ്റീവ് ആയിരിക്കും. ദാവൂദിന്റെ ഈ ആക്ഷനും ഡയലോഗും ഏതു കാലത്തും ആർക്കെതിരെയും ജമായത്തെ ഇസ്ലാമിക്ക് ഉപയോഗിക്കാവുന്ന വാളാണ്. അത് നോക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഈ ഉള്ളിൽ തിളയ്ക്കുന്ന ബോധം ഒരു സോഫ്റ്റ്വെയർ ഇങ്ങനെ കിടക്കണം, അതറിയാതെ അങ്ങ് പുറത്തിയാടാണ്. സമൂഹത്തെ ജാതീയമായി ഭിന്നിപ്പിച്ച് വർഗീയമായി യോജിപ്പിക്കാൻ ശ്രമിക്കലാണ് സംഘപരിവാറിന്റെ അജണ്ടയെങ്കിൽ മതപരമായി ഭിന്നിപ്പിച്ച് വർഗീയമായി യോജിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ജമായത്തെ ഇസ്ലാമിയുടെ അജണ്ട. ആ അജണ്ടയുമായി നടക്കുന്ന ജമായത്തെ ഇസ്ലാമിക്ക് അടിച്ച ലോട്ടറി ആയിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളിക്ക് ചുട്ട മറുപടി കൊടുക്കാൻ ഒരു കാലത്തും മടി കാണിച്ചിട്ടുള്ള പ്രസ്ഥാനമല്ല CPM-ഉം പിണറായി വിജയനും VS-ഉം ഒന്നും. കേരളത്തിന്റെ പ്രവീൺ തൊഗാഡിയാകാനാണ് വെള്ളാപ്പള്ളിയുടെ ശ്രമം എന്ന് ഒരിക്കൽ തുറന്നടിച്ചത് പിണറായി വിജയനാണ്. വെള്ളാപ്പള്ളിയുടെ ആ മനോഭാവത്തിന് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടായി എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു തെളിവും
കേരള സമൂഹത്തിന്റെ മുന്നിൽ ഇതുവരെയില്ല. പക്ഷേ 2025 ഏതാനും മാസത്തേക്ക് വെള്ളാപ്പള്ളിയുടെ വർഗീയ ജൽപ്പനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുക എന്ന രാഷ്ട്രീയാബദ്ധം CPM കാണിച്ചിട്ടുണ്ട്. അത് തിരുത്തിയേ മതിയാകൂ. പ്രിയപ്പെട്ടവരെ, ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കണമെന്ന് എല്ലാവരോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അതുപോലെ സാമ്പത്തിക പിന്തുണയുടെ കാര്യവും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. 7994903388 എന്നതാണ് ഞങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ. നിങ്ങളുടെ എളിയ സംഭാവനകൾ ഈ നമ്പറിലേക്ക് അയച്ചു തരാൻ അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.